ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഉണക്കച്ചെമ്മീൻ കൊണ്ട് ചമ്മന്തി ഉണ്ടാക്കിയാലോ? ഇന്ന് നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിനായി ആദ്യം ഇത് നന്നായി കഴുകി വൃത്തിയാക്കാം. അപ്പോൾ ഇനി ഇത് നന്നായി കഴുകാം. പൊടിമണൽ ഉണ്ടാവും, അതിനാണ് ഇത് കഴുകി വൃത്തിയാക്കുന്നത്. നമുക്കിനി അരിപ്പയിലോട്ട് വാരിയിടാം. ഇനി നമുക്കിത് വെള്ളം തോരാൻ വയ്ക്കാം. അപ്പോൾ നമുക്കിനി ചെമ്മീൻ വറുത്തെടുക്കാം. അതിനായിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് മതി കേട്ടോ. ശേഷം നമ്മുടെ ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഒന്ന് നന്നായി മൊരിയണത് വരെ വറുത്തെടുക്കാം. അപ്പോൾ പൊടിഞ്ഞു കിട്ടുള്ളൂ. ഏകദേശം ആയി വരുന്നുണ്ട്. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ഇതിൽ ഒരു 6 ഉണക്കമുളക് വറുത്തെടുക്കാം. കണ്ടോ, ഇതുപോലെ ആവണം. അത് നമുക്ക് ഉള്ളിയും വെള്ളുള്ളിയും ഒന്ന് വാടിയാൽ മതി. കഴിയുന്നതും നനവില്ലാത്ത ജാർ എടുക്കാൻ നോക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് വച്ചിരിക്കുന്ന ചേരുവകൾ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നമുക്ക് ചെറുതായി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരു സ്പൂൺ ഉപ്പിട്ട് കൊടുത്തു. ഈ ഒരളവിൽ പുളി എടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇവിടെ ഒരു മുറി നാളികേരം ചെറിയതാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് ജാറിൽ ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായി അരച്ചെടുക്കാം. ഇവിടെ സ്പൂൺ കൊണ്ട് നന്നായി ഇളക്കി കൊടുക്കണം. അരയാത്തതൊക്കെ അരയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അടപ്പ് തുറന്ന് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കണം. കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്നും കൂടി അരച്ചെടുത്താൽ നമ്മുടെ ചമ്മന്തി റെഡിയായി. ഇനി ഇതിൽ ഉപ്പുണ്ടോ നോക്കണം. അപ്പോൾ നമ്മുടെ സ്പൈസി ആയിട്ടുള്ള ഉണക്കച്ചെമ്മീൻ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും വരാം. ബൈ.